ഹലോ. ആ സാർ, ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചിരുന്നു. പക്ഷേ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ വരുന്നത്. അവളുടെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. അവളുടെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കുമോ? ആ, ഒരു മിനിറ്റ്, ഇപ്പൊ കൊടുക്കാം. ഓ അയ്യോ, സോറി സോറി. അവന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. അതാ, സോറി. ഹലോ. ഹലോ, ഞാനാ. പറയേട്ടാ. വേറൊന്നുമല്ല, ബിരിയാണി മസാല വീട്ടിലുണ്ടായാലും ഞാൻ വാങ്ങിച്ചോണ്ട് വരണം. അത് പിന്നെ ഉണ്ടെന്നാ തോന്നുന്നേ. കുഴപ്പമില്ല, എന്തേലും ഒന്ന് വാങ്ങിച്ചോ. ശരി ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. സോറി കേട്ടോ, ഞാൻ കതക് തട്ടതാണ് കയറി വന്നത്. കുഴപ്പമില്ല സാർ, നിങ്ങളിത് വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ. മോളു, ഇതാ എല്ലാം വാങ്ങിച്ചോണ്ട് വന്നു. ഇതിൽ ചിക്കന്, നീ ചോദിച്ച മസാല എല്ലാം ഉണ്ട്. ശരിയേട്ടാ. ഞങ്ങളുടെ സാർക്ക് ചിക്കൻ ബിരിയാണി എന്ന് വെച്ചാൽ വളരെയധികം ഇഷ്ടമാ. നീ ചെയ്ത ബിരിയാണി കഴിച്ചിട്ട് ഇതുപോലത്തെ ഒരു ബിരിയാണി കഴിച്ചിട്ടേ ഇല്ലെന്ന് ഞങ്ങളുടെ സാർ നിന്നെ അഭിനന്ദിക്കണം. ഓക്കെ അല്ലേ? ശരിയേട്ടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, ഉണ്ടാക്ക. പിന്നെ സാർ, ബിസിനസ് എല്ലാം എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നടാ. സാർ, ഞാൻ ജോലി ചെയ്യുമ്പോ ഓഫീസില് മണി എന്ന ഒരാളുണ്ടായിരുന്നില്ലേ സാർ? അങ്ങേര് ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ നിന്നോ സാർ? നീ ജോലി വിട്ടിട്ട് പോയി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അയാളും ആ ജോലി വിട്ടിട്ട് പോയി. എന്തിനാ? നിനക്ക് കാര്യമൊന്നും അറിയില്ലേ? നമ്മുടെ ഓഫീസിൽ ജോലി കൊണ്ടിരുന്നൊരു പെണ്ണെ പ്രേമിച്ച് വളച്ച് അയാൾ കൂട്ടിക്കൊണ്ടങ്ങ് പോയടാ. ആണോ? ആരെയാ കൂട്ടിക്കൊണ്ട് പോയത് സാർ? നമ്മുടെ രാജേശ്വരി തന്നെ. രാജേശ്വരിയെയോ? നമ്മുടെ അക്കൗണ്ടന്റ് രാജേശ്വരിയാണോ? അവള് തന്നെ. സാർ, നമ്മൾ ഓഫീസിൽ ഒരു 2 പേരെയും കാണുമ്പോ ലവേഴ്സിനെ പോലെ തന്നെ അറിയില്ലല്ലോ സാർ. അവർ ഓടിപ്പോയി 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വിഷയം അറിയുന്നത്. കാലം പോകുന്ന പോക്കേ. ഏട്ടാ, ബിരിയാണിയൊക്കെ റെഡിയായി. വരൂ, നമുക്ക് കഴിക്കാം. സാർ, വരൂ സാർ, കഴിക്കാം. മതി മതി മതി. ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റാ, ഒരു രക്ഷയില്ല. താങ്ക് യു സർ. നിന്നെയും നിന്റെ ഭാര്യയും കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടടാ. ടീ, ടിഫിന്, ബിരിയാണി എല്ലാം പൊളിയായിരുന്നു. താങ്ക് യു സർ. നിങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി ശരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. താങ്ക് യു സർ. സർ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം സർ. അതെ സർ. ഉറപ്പായിട്ടും ഞാൻ വീണ്ടും വരും. അതെ, ഞാൻ സാറ് പോയിട്ട് വിട്ടേച്ചിട്ട് വരാവേ. ശരി ഏട്ടാ. എന്നാ പിന്നെ കാണാം. ശരി സർ. ദായേട്ടാ, പാല് കുടിക്ക്.
ഏട്ടാ, ഇന്ന് നമുക്ക് കച്ചവടത്തിൽ എത്ര ലാഭം കിട്ടി? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോഴൊന്നും ഒന്നും കിട്ടാറില്ല. ഇന്ന് വെറും 800 രൂപയ്ക്ക് മാത്രമേ കച്ചവടമായിട്ടുള്ളൂ. വെറും 800 രൂപയെ കിട്ടിയുള്ളോ? ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെയാ ജീവിക്കുക? ഈ 800 രൂപ കൊണ്ട് ആവശ്യമുള്ളത് നാളെ വാങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ വേറെ എന്ത് ചെയ്യാനാ? എനിക്ക് ഈ ഹോട്ടൽ ജോലി മാത്രമേ അറിയൂ. എനിക്ക് വേറെ ഒരു ജോലിയും അറിയില്ല. നടക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ജീവിതകാലം മുഴുവനും ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരും തോന്നുന്നു. ജീവിതത്തിൽ അല്പം പോലും മുന്നേറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇതൊന്നും ശരിയാവില്ല ഏട്ടാ. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും ഒന്നും കിട്ടുന്നുമില്ല. ഇതിങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു നിലയിലും എത്താൻ പറ്റില്ല. നമുക്കും മറ്റുള്ളവരെ പോലെ വീടും സമ്പത്തും സ്വർണവും ഒക്കെ വാങ്ങി ലൈഫിൽ സെറ്റിലാവണ്ടേ ഏട്ടാ? ഞാനും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഏട്ടാ, ഉം. നിങ്ങളുടെ ആ പഴയ ബോസ് ഇല്ലേ, ആ. അദ്ദേഹം ആളെങ്ങനെയാ? അങ്ങേര് നല്ല മനുഷ്യനാ, വളരെ ഇന്നസെന്റാ. അങ്ങേർക്ക് ആരെങ്കിലും ഇഷ്ടമായ അവർക്ക് വേണ്ടി ജീവൻ പോലും തരും. അങ്ങേർക്ക് വലിയ വലിയ ബംഗ്ലാവ്, വലിയ 2 ഫാക്ടറി, അങ്ങേർക്ക് ഇങ്ങനെ ഒരുപാട് സ്വത്തുക്കൾ കുറേയുണ്ട്. പക്ഷേ ഈ സ്വത്തുക്കളൊക്കെ അനുഭവിക്കാൻ അങ്ങേർക്ക് അവകാശം എന്ന് ആരുമില്ല. ഏട്ടാ, ഉം. അങ്ങേരുടെ സമ്പത്തില് നമുക്ക് പകുതി കിട്ടിയാ മതി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സെറ്റിലാവാം. ആ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എങ്ങനെയാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഏട്ടാ. അതിനുവേണ്ടി എൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ അയാളുടെ സമ്പത്തിൽ നിന്ന് പകുതി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ശരി. ശരി, അതൊക്കെ ഇരിക്കട്ടെ. ഉം. നമുക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം ഹാപ്പി ആയിട്ടിരുന്നാലോ? ഉം.